സുഖല്ലേ? എല്ലാവരുടെയും രാവിലത്തെ ടെൻഷനാണ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇൻസ്റ്റന്റ് ആയിട്ട് 2 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുന്ന പ്രീമിക്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലോ, അങ്ങനത്തെ ഒരു പ്രീമിക്സ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അതുപോലെ ഈ പ്രീമിക്സ് ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ പറ്റൂട്ടാ. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത്, 1 പച്ചമുളക്, കുറച്ച് വേപ്പില, എല്ലാം ചെറുതായിട്ട് മുറിച്ച് വെക്കുന്നതാണ്. 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്. ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് റവ ചേർക്കുന്നുണ്ട്. വറുത്ത റവ ആയാൽ പോലും ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. റവ നല്ലോണം വറുത്തെടുത്തോട്ടാ. നമ്മൾ പറഞ്ഞ പ്രീമിക്സ് ഇതാണ്. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി വെക്കാൻ പറ്റും. ഇത് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിൽ എയർ ടൈറ്റ് ബോക്സിൽ എന്തെങ്കിലും ആക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഇതന്നെ ഇങ്ങനെ എടുത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉപ്പുമാവ് റെഡിയാവും. അതേപോലെ ഇഡ്ഡലി ഉണ്ടാക്കാം. ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ റവ വറുക്കുമ്പോൾ സിമ്മിൽ വെച്ച് വറുത്താൽ മതിയിട്ടാ. റെഡിയാക്കി വെച്ചേക്കുന്ന മിക്സ് നല്ലോണം തണുത്തുണ്ട് കേട്ടാ. തണുത്തതിന് ശേഷം വേണം ഇതിലേക്ക് തൈര് ചേർക്കാനായിട്ട്. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് തൈരാണ് ചേർത്തേക്കുന്നത്. കുറേശ്ശെ പുളിയുള്ള തൈരായിക്കോട്ടെ. ഇതിപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കണ കാരണമാണ് ഇങ്ങനെ റെഡിയാക്കണത്. നിങ്ങൾ ഉപ്പുമാവാന്നുണ്ടെങ്കിൽ വറുത്തെടുക്കണില്ലേ റവ, അതിൽ തന്നെ തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് മിക്സ് ചെയ്ത് കൊടുത്താൽ അത് ഉപ്പുമാവായിട്ടാ. തൈര് ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കിക്കോളൂട്ടാ കറക്റ്റ് ആണോ എന്നുള്ളത്. കപ്പ് കഴുകി കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. മിക്കവർക്കും ഈ റവ ഇഡ്ഡലി എന്ന് പറയുന്നത് അങ്ങനെ ഇഷ്ടമുള്ള സംഭവമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി ഉഴുന്ന് അരച്ച് ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ് റവ ഇഡ്ഡലിക്ക് കിട്ടാറില്ല. അത് കാരണമാണ്. പക്ഷെ ഞാൻ പറയുന്ന ഈ മെത്തേഡിൽ നിങ്ങൾ റെഡിയാക്കി നോക്കൂ. അത്രയ്ക്ക് സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് റവ ഇഡ്ഡലി കിട്ടും. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്ക് റവയൊക്കെ നല്ലോണം സോഫ്റ്റായി കിട്ടും. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയി. റവ നല്ല സോഫ്റ്റ് ആയിട്ട് 1/4 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യാം. ഇഡ്ഡലി ബാറ്ററിൻ്റെ പാകത്തിന് ആക്കി എടുക്കണം. അതനുസരിച്ച് വെള്ളം ആഡ് ചെയ്തോളൂ കേട്ടോ. വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. ബേക്കിംഗ് സോഡ ഇങ്ങനൊരു പാത്രത്തിലെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. വെള്ളത്തിൽ നല്ലോണം മിക്സ് ആയതിന് ശേഷം നമുക്ക് ബാറ്ററിലേക്ക് ചേർക്കാം. ഇനി വിസ്ക് വെച്ച് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ എല്ലായിടത്തേക്കും ആവണം. എന്നാൽ മാത്രമേ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ ഈ റവ ഇഡ്ഡലി നമ്മൾ എപ്പോഴും റെഡിയാക്കണ ഒരു ഐറ്റം അല്ല. എപ്പോഴെങ്കിലും ഈ റെസിപ്പി നമ്മൾ റെഡിയാക്കാറുള്ളൂ. അപ്പോൾ ഒരു ഇത്തിരി ബേക്കിംഗ് സോഡ ചേർത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ബേക്കിംഗ് സോഡ ഇല്ലാണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇഡ്ഡലി ഹാർഡായി പോകും. ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ മാത്രമേ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. മാവ് പതഞ്ഞത് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ചെറിയ ചെറിയ ബബിൾസൊക്കെ വന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി പോണത്. അതാണ് കേട്ടോ ഇതിൻ്റെ പാകം. ഇതാണ് മാവിൻ്റെയും പാകം. ഒരുപാട് ലൂസായി പോവരുതിട്ടാ. ഇഡ്ഡലി ബാറ്ററിൻ്റെ പാകം അതാണ്. ഇനി നമുക്ക് ഇഡ്ഡലി ചുട്ടെടുക്കാം. ഓരോ തട്ടിലും കുറേശ്ശെ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റി എടുക്കാം. ഇഡ്ഡലി വെന്തുണ്ടാവും. നമുക്ക് തുറക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കട്ടെ. അതിൻ്റെ ശേഷം നമുക്കിതൊന്ന് വെടിയിക്കാം. ഇഡ്ഡലി തണുത്തുണ്ട്. പാനിൽ നിന്ന് മാറ്റാം നമുക്ക്. ഇനി റവ ഇഡ്ഡലി റെഡിയാക്കുമ്പോൾ ഇതുപോലെ റെഡിയാക്കി നോക്കോട്ടെ. പ്രീമിക്സ് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണോ അപ്പം എടുത്ത് റെഡിയാക്കാൻ പറ്റും. ഈസി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. ഇഡ്ഡലി എത്ര സോഫ്റ്റാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. റവ ഇഡ്ഡലി ഇത്ര സോഫ്റ്റായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.